ഹലോ. ഇന്ന് ഈ പെട്ടിയെല്ലാം കാണുമ്പോ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? അച്ഛനും അമ്മയും അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോവേന്ന് കേട്ടാ. ഉച്ചക്ക് ഏകദേശം 12, 12:45 ആ സമയത്താണ് കേട്ടാ ഫ്ലൈറ്റിന്റെ ടൈം വരുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ. ദുബായിന്നാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ട റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടൻ കാപ്പിയും അങ്ങനെയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ. കാരണം ദുബായിലേക്ക് നല്ല ട്രാഫിക് ഉണ്ടാവും. അതുകൊണ്ട് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ. അതുകൊണ്ട് അങ്ങനെ നേരത്തെ ഇറങ്ങി ബാഗെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു പെട്ടി എൻ്റെ മടിയിലാന്നില്ല കേട്ടാ. അനുവാദിയെല്ലാം ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ്. ആകെ ഒരു ഉഷാറില്ലാണ്ട്. ഇന്ന് എന്നാന്ന് അറിയില്ല, നല്ല ഫോഗാണ് ഉണ്ടായിന്. ഇപ്പോൾ ഇത്രയും ദിവസത്തിനിടയിൽ ഇങ്ങനൊരു ഫോഗ് ആദ്യമായിട്ടാണ്. മീൻസ് ഈ വിൻ്റർ തുടങ്ങിയ പിന്നെ ആദ്യമായിട്ട് ഇത്രയും ഫോഗ് കേട്ടാ. നല്ല എന്ന് പറയുന്നത് നല്ല ബാഡ് ആയിട്ടുള്ളൊരു വെതറായിരുന്നു ഇന്ന്. വളരെ മോശമായിട്ടുള്ളൊരു വെതറായിരുന്നു. നല്ല ഫോഗ് ഉണ്ടായിന്. അങ്ങനെ നേരെ മെയിൻ റോഡ് വഴി പോയി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ വേറെ വഴിയെല്ലാം ചുറ്റിപ്പറ്റിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കണ്ടല്ലോ വെച്ചിട്ട് വേറെ ഏതെങ്കിലും വഴി സിഗ്നൽ റൂട്ടിലെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും മൂവിങ് ആയിരിക്കുമല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതിൽ എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആവും എന്നറിയുന്നില്ല. പക്ഷേ നന്നായിട്ട് ഫോഗ് ഉണ്ട്. അങ്ങനെ വിസിബിലിറ്റി എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ അങ്ങനെ അധികം കാണിക്കുന്നില്ല കേട്ടാ. വിസിബിലിറ്റി വളരെ കുറവാണ് ഉണ്ടായത്. അങ്ങനെ നേരെ എയർപോർട്ടിലേക്ക് പോന്നേ. ഞാൻ ഇന്ന് ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടില്ലേ. ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനേ എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇമോഷണലി കുറച്ച് വീക്കാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് നിന്നിട്ട് 2 ദിവസം നിന്നിട്ട് പോയാൽ തന്നെ എനിക്ക് അത് വല്ലാണ്ടൊരു വിഷമമായിരിക്കും. അന്നേരം ഇവർ ഇത്രയും നാൾ നമ്മളെ കൂടെ ഉണ്ടായി പിന്നെ വീണ്ടും നമ്മൾ മീൻസ് നിങ്ങൾക്ക് അറിയുമായിരിക്കും അതിന് മുന്നേൽ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടായിനി, പിന്നെ ഇവരും ഉണ്ടായി. അന്നേരം ഇവരെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ആൾക്കാരും ബഹളത്തിന്റെ ഇടയിൽ നിന്ന് വീണ്ടും നമ്മൾ 4 പേരിലേക്ക് ചുരുങ്ങാൻ പോവുകയാണ്. അന്നേരം അതെനിക്ക് വല്ലാണ്ടൊരു ഇത് തന്നെയാണ് ഉണ്ടായത്. പിന്നെ പിന്നെ ഞാനിങ്ങനെ രാവിലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ എല്ലാം വീഡിയോ എടുക്ക്. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ഇമോഷൻ ഒന്ന് കുറച്ചും കൂടിയും ഒരു എന്തെന്ന് പറയില്ല, നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യും. ഇല്ലെങ്കിൽ എല്ലാവരും ഇപ്പം ഞാനായാലും അനുവാദി ആയാലും അമ്മയായാലും അച്ഛനായാലും ക്യാമറ കാണുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ബോൾഡ് ആവുമല്ലോ. അത് കുറച്ചും കൂടി നമ്മൾ ഹൈഡ് ചെയ്യുന്ന പോലെ ആവും. അന്നേരം അതുകൊണ്ടാണ് വെറുതെ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ശരി ഓക്കെ, നമ്മളിപ്പം വണ്ടിയിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് വേറൊരു വഴിക്ക് പോകുന്നുണ്ട്. അന്നേരം പിന്നെ ആ ഒരു സങ്കടം എവിടെയോ അങ്ങനെ അധികം ഫീൽ ചെയ്യാത്ത പോലെ തോന്നി. സങ്കടം ഉണ്ടോ ചോദിച്ചാൽ എന്തായാലും അത് പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലും നമ്മൾ മൈൻഡ് മാറുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനെ നേരെ ഞാൻ വെച്ച് എന്നാൽ പിന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ വിചാരിച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ട ദൂരമൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ആ ഫോഗിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാവിലെ ഏകദേശം സമയം ഒരു 9:30 10 മണീൻ്റെ അടുത്തേ ആയിട്ടുണ്ടാവും കേട്ടോ. 10 10 മണീൻ്റെ അടുത്തായിട്ടുണ്ടാവും സമയം. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഫോഗിൻ്റെ മാത്രമല്ല ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ലേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട്.
12:45 എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 10:45 ആ ഒരു 2 മണിക്കൂർ മുന്നേ പറയുമ്പോൾ ഒരു 10:45 ആകുമ്പോഴേക്ക് എത്തണമല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റിംഗ് മെഷീൻ അത് കറക്റ്റ് ആണോ, നമുക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ സമയമാകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. ഒന്നാമത് വെയിറ്റ് കൂടുതലാന്ന് കാണിച്ചിട്ടുണ്ടായത്. ഇനിയിപ്പോൾ അതൊരു പ്രോബ്ലം ആവുമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എത്തി ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പക്ഷേ ഈ ട്രാഫിക്കും ഈ ഫോഗിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് എത്താൻ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായി. ഏകദേശം ഒരു 11 മണീൻ്റെ അടുത്ത് തന്നെ ആയി. പിന്നെ ചേട്ടൻ അവിടെ തന്നെ പെട്ടെന്ന് ഇറക്കി, പാർക്ക് ചെയ്യാൻ നിന്നിട്ടില്ല, പെട്ടെന്ന് ഇറക്കി. ഞാനും അച്ഛനും അമ്മയും അനുവാദിയും കൂടിയിട്ട് അകത്തേക്ക് കയറാമെന്നുള്ള പ്ലാനിലാണ് ഉണ്ടായത്. ചേട്ടൻ പിന്നെ മെല്ലെ പാർക്ക് ചെയ്തിട്ട് വന്നാൽ മതിയല്ലോ, അവർ മീൻസ് ആ ക്യൂവിലെല്ലാം നിൽക്കുന്ന സമയത്ത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായത്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു കേട്ടാ. ഉള്ളിലോട്ട് കയറുമ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു വെയിറ്റ് ചെയ്യിക്കൊന്നും വേണ്ട, വേഗം കയറിക്കോ, നമുക്ക് എന്തായാലും ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്നാ വേണ്ട വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അന്നേരം വേഗം ചേട്ടൻ വേഗം പാർക്ക് ചെയ്തിട്ട് വന്നു. നമ്മളപ്പോഴേക്ക് ടൈമായി. പക്ഷെ ടിക്കറ്റിൽ നമ്മൾക്ക് 12:45 കാണിച്ചിട്ടുണ്ടെങ്കിലും ആക്ച്വലി അവർ ടൈം പറഞ്ഞത് 12:10 നമ്മ കറക്റ്റ് ടൈമിലാണ് എന്തോ ഭാഗ്യത്തിന് എത്തിയത് കേട്ടാ. അപ്പോഴേക്കും കുറെ ആൾക്കാർ ഈ ഫോഗിൻ്റെതായതുകൊണ്ട് ഡിലേ ആയിട്ടുണ്ടേ. അന്നേരം 1-2 ആൾക്കാർ മാത്രമേ ഈ ബോർഡിംഗ് പാസ് എടുക്കാനുണ്ടായിട്ട്. അന്നേരം പിന്നെ ചേട്ടൻ തന്നെ കയറി പെട്ടെന്ന്. കാരണം വെയിറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവുക വെച്ചത്. ദിവസമായിട്ടൊന്നും ഉണ്ടായില്ല, എല്ലാം ക്ലിയർ ആയിരുന്നു. പെട്ടെന്ന് തന്നെ എമിഗ്രേഷന്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടില്ലേ സമയമായി ഓൾറെഡി. നമുക്ക് വെയിറ്റ് ചെയ്യാനോ യാത്ര പറയാനോ അധികം നേരം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഫോൺ അനുവിനെ അതിൻ്റെ ഏൽപ്പിച്ചു വിട്ടെ. കാരണം ഞാൻ ആ ഒരു ഫുൾ എൻ്റെ ഒരു എന്താ പറയില്ല, എൻ്റെ ഒരു ഫുള്ളായിട്ട് ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. ഇവരിങ്ങനെ കയറിപ്പോകുന്നതും അതെനിക്കിപ്പോൾ ഇപ്പോഴും വീഡിയോ കാണുമ്പോൾ വോയിസ് ഓവർ കൊടുക്കും, വല്ലാണ്ടൊരു സങ്കടം കയറിപ്പോകുന്നതെല്ലാം കാണുന്ന സമയത്ത്. ഇവര് എത്ര എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതൊരു ടെൻഷനില്ല കാര്യം തന്നെ കേട്ടാ. ഒറ്റയ്ക്കല്ലേ എന്നുള്ളൊരു ചിന്ത. അവർക്ക് കുഴപ്പമില്ല, അവർ ഈസി ആയിട്ട് കൂളായിട്ട് വളരെ കൂളായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് അത് ആലോചിച്ച് ടെൻഷൻ തന്നെ ഉണ്ടായത്. പിന്നെ അങ്ങനെ അവരങ്ങനെ വേഗലെടുത്ത് അങ്ങനെ ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി. ഇതെല്ലാം വീഡിയോ എടുത്തത് അനു ആദ്യവാരമാണ് കേട്ടാ. അതുകൊണ്ട് നിനക്ക് ഞാൻ ഇത് വീഡിയോ എടുത്തിനിയോ ഒന്നും ഞാൻ നോക്കുന്നേ ഉണ്ടായില്ല. ഞാൻ ഇവരെ കയ്യിൽ ആ ഫോൺ കൊടുത്തിട്ടുണ്ടായിനി, ഇവരാണ് എടുത്തിട്ടുണ്ടായിനി. പോകുന്നതിന് മുന്നേല് അനുവിൻ്റെ അതിൻ്റെയും കയ്യിൽ അച്ഛൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിനി. അവർ ഹീലിലെ ചെരുപ്പ് പറഞ്ഞുകൊണ്ടുണ്ടായിനി, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അച്ഛൻ പറഞ്ഞ് എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ വാങ്ങിച്ചോ, കാരണം ഇവരെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആവുമല്ലോ അതിന് വേണ്ടിയിട്ട്. അന്നേരം പിന്നെ നേരെ അത് വാങ്ങിക്കാൻ പോവാ. നേരെ ഇപ്പം വീട്ടിലേക്ക് പോകണ്ടല്ലോ, അതൊരു സങ്കടമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഷൂ വാങ്ങിക്കാൻ വേണ്ടി, ഇത് ഹീലിലെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ ഇടയിലാണ് ഒരു ട്വിസ്റ്റ്. ഈ സംഭവം ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മ ഇത് അറിയുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം ഈ സംഭവം അറിയുന്നത്. കാരണം ഇവരെ ഫ്ലൈറ്റ് ഡിലേ ആയി. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ടെൻഷനായിരുന്നേ. പക്ഷെ അത് ആ ഒരു ട്വിസ്റ്റ് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു. കാരണം ഫ്ലൈറ്റ് ഡിലേ ആയി, ആദ്യം 6 മണിക്കൂർ ഡിലേ ആയി എന്ന് പറയുന്നത്, പിന്നെ അത് ക്യാൻസൽ ആവുന്നു. അങ്ങനെ ആകെ കൂടെ ഒരു ബഹളായിരുന്നേ. നമ്മളും ടെൻഷൻ അടിച്ചു, അവരും ടെൻഷൻ അടിച്ചു. പിന്നെ ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി ഇനി ഉച്ചക്കത്തത്. വൈകുന്നേരത്തോട് കൂടിയിട്ട് എല്ലാവരെയും അവർ ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ എയർപോർട്ടിന്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് എയർപോർട്ടിന്റെ അകത്താണ് ഉണ്ടായത് അക്കോമഡേഷൻ. പക്ഷെ നമുക്ക് അതിന്റെ പോയി കാണാനോ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, ഓൾറെഡി അവർ എമിഗ്രേഷൻ കഴിഞ്ഞ് അവർ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് ഇവർക്ക് പുറത്തേക്ക് പിന്നെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. റെക്കോർഡിക്കലി ഇവർ കൺട്രി വിട്ടല്ലോ. പിന്നെ അക്കോമഡേഷനിൽ എത്തിയിട്ട് അവിടുന്ന് വീഡിയോയിൽ എടുത്ത് തരുമ്പോൾ കുറച്ച് സമാധാനമായത്. ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സൗകര്യം ഉണ്ട് പറയുമ്പോൾ കുറച്ച് സമാധാനമായി. അങ്ങനെ അവര് ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലും അവർ ആക്ച്വലി തിരിച്ചു പോകുന്നത് നാളെയാണ്. അതായത് ഒരു ദിവസം എക്സ്ട്രാ UAE അവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റി. അതൊരു വിധത്തിൽ ഭാഗ്യമായിരിക്കും. കാരണം ഇങ്ങനൊരു അക്കോമഡേഷനിൽ അവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയല്ലോ. കുറച്ചൊരു ലക്ഷറി എന്താ പറയുക, സ്റ്റേക്കേഷൻ പോലെ അവർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ടെൻഷൻ ഉണ്ടാവും, എന്തായാലും നമുക്ക് ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റത്തെ ദിവസമാണ് അവർ പോയത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം അവർ പോയതിന് ശേഷമുള്ള നമ്മളൊരു പുറത്തേക്ക് പോക്കാണ് കേട്ടോ ഇത്. ചൂട് 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 വെയിൽ വെള്ളം കരിയാൻ പോകുന്നു, വെയിലത്ത് കരിയാൻ പോകുന്നല്ലേ. പുറത്ത് നല്ല തണുപ്പാണ് കൈസ, കൊണ്ട് നമ്മൾ വെയിൽ കൊള്ളാൻ വേണ്ടിട്ട് പോവേനെ. സമയം ഏകദേശം 10:30 ഉണ്ടാവും. ആദ്യം നഖത്തിന്റെ സത്യം പറയാതെ ആദ്യം എന്നെ വിളിക്കലായി എന്നാണ് കേട്ടാ. അവളെ തന്നെ സ്വന്തമായിട്ട് വിളിക്കലായി.
അനു പണ്ട് ആയി എന്ന് വിളിച്ചു. അയച്ചു നമ്മളെല്ലാം അയച്ചു എന്നാന്ന് വിളിക്കല് കേട്ടാ. ഒരു പുതിയ കാര്യം റിവീൽ ചെയ്യുന്നത് ഞാൻ. ആദ്യം നമ്മൾ അയച്ചു എന്നാ വിളിക്കല്. അന്നേരം ആയി വിളിച്ചിട്ട് എല്ലാരും അയച്ചു വിളിക്കും. അനു തന്നെ. അങ്ങനെ ആദീനെ പിന്നെ ആദ്യം ആയി എന്നാക്കി. അതുകൊണ്ട് ആയി എങ്ങനെയാണ് ആയി ഇങ്ങനെയാന്ന് ഇപ്പോഴും അങ്ങനെയാ പറയല്. ശരിക്കും അമ്മയും അച്ഛനും പോയിട്ട് ഇപ്പൊ UAE പോയിട്ട് അവര് ഒരു ദിവസമായേ. അല്ലാതെ നമ്മളെ വീട്ടിൽ നിന്ന് പോയിട്ട് അവർ 2 ദിവസമായി. കണക്ക് പ്രകാരം നമ്മളെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലും നമ്മളെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളൊരു ബോധത്തില് ആ സമയത്ത് അവർ അവിടെ ഉണ്ട് എന്നുള്ളൊരു സമാധാനത്തിലാണ് ഉണ്ടായത്. പക്ഷെ ഇന്നലത്തോട് കൂടിയിട്ട് അവര് നാട്ടിലെത്തി. സമാധാനത്തില് വളരെ സേഫായിട്ട് നാട്ടിലെത്തി. പിന്നെ ഇന്നലെ ഒരു ദിവസം മൊത്തം ഞാനിങ്ങനെ ആകെ സൈഡായിരുന്നു. അതുകൊണ്ട് ഇന്ന് ചേട്ടൻ ലീവുള്ള ദിവസം ചേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ചേട്ടൻ പറഞ്ഞു സാൻഡ്വിച്ച് വാങ്ങിക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സാൻഡ്വിച്ച് മേടിച്ചിട്ടാട്ടാ. ഇത് ഞാൻ കഴിക്കുന്നത് ആദ്യൻ്റെതോ അനുവിൻ്റെതോ ആണ്. അവർ വേണ്ട മതി എന്ന് പറഞ്ഞിട്ട് അവരെ ബാലൻസ് ഞാൻ കഴിക്കുന്നേ. അപ്പം വെറുതെ കാര്യമായിട്ടൊന്നും ഡെസ്റ്റിനേഷനൊന്നുമില്ല. വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അമ്മയും അച്ഛനും വീട്ടിനകത്ത് യൂസ് ചെയ്യുന്ന ചെരുപ്പൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം. അമ്മേൻ്റെ മാക്സിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒരു സങ്കടം. അതെല്ലാം കൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നവരൊന്നും വിചാരിക്കരുത്. അന്നേരം അതുകൊണ്ട് പിന്നെ ഒന്ന് മെല്ലെ പുറത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങി ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുന്നതാണ്. ആദ്യം ഇന്നലെ ചെരുപ്പ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത്, ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ചെരുപ്പ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് വാങ്ങിച്ച ഇതാണ് ബാഗാണ് ഇപ്പൊ കാണിച്ചിരുന്നേ. ഞാനില്ല, ഞാനൊന്നും പറ്റാം. ഞാൻ വേണ്ടിയിരുന്നോളൂ. പോയിട്ട് വെയില് കൊണ്ടോ അപ്പൊ കറുത്താലെന്ത് വെയില് കൊള്ളാൻ വെയില് കായാനല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് ഈ കുപ്പായ ഇടണ്ടാന്ന്, വെയില് കൊള്ളാൻ പോവേന്ന്. തണുപ്പുണ്ട് പക്ഷെ വെയിലും ഉണ്ടാവൂലേ. അന്നേരം പിന്നെ ഈ കുപ്പായത്തിന് ബ്ലാക്ക് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചൂട് കൂടുതലായിരിക്കും. എന്തിനേട്ടിന് കിട്ടണം. ഞാൻ പറഞ്ഞിട്ട് ടീഷർട്ട് ഇട്ടാ മതിയത്. വലിയ അളകണം കേട്ടിട്ട് വന്നതാ. നല്ല ഡ്രസ്സാണ്. എവിടേക്ക് പോകുമ്പോ ഇടാന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് എവിടേക്ക് പോകുമ്പോന്നല്ല കണക്കായി. ബാഗിൽ വെക്കുന്നുണ്ടേ. പിന്നെ എന്തിന് ബാഗ്? അതിലൊന്നുമില്ല ബാഗില്. അച്ഛന്റെ ബോർഡിംഗ് പാസിന്റെ കഷ്ണം. അച്ഛന്റെ ബോർഡിംഗ് പാസിന്റെ കഷ്ണം ഉണ്ടായില്. Bye. I am very special. Wow. Bye. പോയിക്കോ സ്കേറ്റിംഗ് സ്കൂട്ടർ ഓടിക്കും. ആ ചെരുപ്പ് ശരിക്കും അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ചെരുപ്പാണ്. അച്ഛൻ പൈസ കൊടുത്തിട്ടുണ്ടായി. ഞാനും അധികം ചെരുപ്പ് വാങ്ങിച്ചു തന്നു. അച്ഛൻ എനക്കും പൈസ തന്നിട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ മേടിച്ച ചെരുപ്പ് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയും പോയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ബാക്ക് ടു റിയാലിറ്റി വന്നുകൊണ്ടിരിക്കുകയെന്ന്. ശരിക്കും ഓക്കെ ആയോ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടില്ല. കാരണം വല്ലാണ്ട് മിസ് ചെയ്യുന്നു. എങ്ങനെ അത് എനിക്ക് പറഞ്ഞറിയിക്കാനാവോ. പൊതുവേ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അനുവാദി അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല അനുവിനെ അതിനെയും കൊണ്ട്. അനുവിനെ അതിനെയും അച്ഛൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിനി
എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹീലിലെ ചെരുപ്പ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇറങ്ങുന്ന സമയത്ത് അവരധികം സീനില്ല. ഓക്കെയാണ്. ഞാനാണ് കുറച്ചും കൂടിയും ഒരു എന്താ പറയല്, ഇപ്പോഴും ഞാൻ അതിനെ ചുറ്റിപ്പറ്റിയുണ്ടത്രേ. ആ ഒരു നമ്മൾ ഒന്നിച്ചുണ്ടായ മൊമെന്റ്സിന് അത് ഇങ്ങോട്ടാണ് നമ്മളെ ഇങ്ങോട്ട് കാണിക്കുകയാണ്, മുന്നിൽ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നിച്ചുള്ള മൊമെന്റ്സിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. തള്ളിയിട്ട് കാറ് മറിക്കണ്ട. അതുകൊണ്ട് തന്നെ എന്തിന്നിപ്പോ പറയാൻ വേണ്ടി, അതുകൊണ്ട് തന്നെ വൈകുന്നേരം എല്ലാം ആവുന്ന സമയത്ത് വല്ലാണ്ടൊരു മിസ്സിങ് ആണ്. രാവിലെ എല്ലാം അങ്ങനെ പോകും. പൊതുവെ എല്ലാവരും ഓരോരാൾ അങ്ങനെ പറയുന്നേക്കാം, ഇരുട്ടാവുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നില്ല. അന്നേരം വൈകുന്നേരം ആവുന്ന സമയത്ത് അച്ഛൻ ചായന്റെ പലഹാരം മേടിച്ചിട്ട് വരും. അന്നേരം വന്ന് ഒന്നിച്ചിരുന്ന് ചായ കുടിക്കും. അങ്ങനെയാണ് ഒരു എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു സമയമാണല്ല. രാവിലെ പിന്നെ അനുവാദി സ്കൂളിൽ പോയി, എല്ലാവരും കൂടി ഇല്ല. ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഒന്നിച്ച് തന്നെയായി ചേട്ടൻ വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെയും അച്ഛനും പോകുന്നത് ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല. ലാസ്റ്റ് പോകുന്ന സമയത്ത് ഏട്ടൻ്റെ അടുത്ത് ഉണ്ടായിനി, ആടുന്നാണ് പോയത്. പിന്നെ ആദ്യത്തെ അവര് 10-20 ദിവസത്തേക്കാണ് വന്നിട്ടുണ്ടായത്. അന്നേരം 20 ദിവസത്തില് 10 ദിവസം എൻ്റെ അടുത്തും 10 ദിവസം ഏട്ടൻ്റെ അടുത്തും ഉണ്ടായത്. അതായത് ലാസ്റ്റ് പോകുന്ന സമയത്ത് വീട്ടിൽ ഓൾറെഡി ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ശരിക്കും അവരുമായിട്ട് എൻഗേജ്ഡ് ആണ് ഉണ്ടായിനി. അന്നേരം എൻ്റെ അച്ഛനും അമ്മയും പോകുന്ന സമയത്ത് ഞാൻ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പോകുമ്പോൾ വിഷമം ഉണ്ടാവും, അത് നോർമലി ഉണ്ടാവുമല്ലോ. പക്ഷെ എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ അത്രത്തോളം എനിക്ക് അതൊരു വലിയൊരു ഇതായിട്ട് തോന്നിയിട്ട. പക്ഷെ ഇവര് കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാരും ഒന്നിച്ചു പോയ പോലെ എന്തോ പോലെ അങ്ങനെയാ ഉണ്ടായത് കേട്ടാ. അതിൻ്റെ ഇടയിൽ അനുവാദി വന്നിട്ട് എത്തി നോക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അങ്ങനെ എപ്പോഴും 2 ദിവസം പിടിക്കും എന്തായാലും. ഓക്കെ, അത് പിന്നെ എല്ലായിടത്തും അങ്ങനല്ലേ അല്ലേ. നമ്മളെ ചെറിയ ലോകത്തിലേക്ക് ചുരുങ്ങിയെന്ന്, ഒരു വലിയ ലോകത്തുനിന്ന് ചെറിയ ലോകത്തിലേക്ക് ഒരു ചുരുങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായാലും നോർമലി ഒരു വിഷമം ഉണ്ടാവും. അന്നേരം അങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന സമയത്താണ് ഒരു വല്ലാത്തൊരു ബേജാറ്. പിന്നെ അനുവാദിക്ക് ലീവായതുകൊണ്ട് വലിയൊരു ഭാഗ്യമുണ്ടേ, കാരണം ആളുണ്ടല്ലോ അടുത്തടുത്ത്. ഇവര് അനുവാദി ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഡൈവേർട്ടായിട്ട് പോകുന്നത്. എന്നാലും അമ്മ വീട്ടിൽ നിന്ന് ഇടുന്ന ചെരുപ്പെല്ലാം എടുക്കാൻ ഞാൻ പറഞ്ഞു, എല്ലാം മാക്സിമം കൊണ്ടുപോയിക്കോ, ഇടിയൊന്നും വെക്കണ്ട. അതിൻ്റെ അവസാനം ഇതെല്ലാം വെയിറ്റ് കൂടിയതുകൊണ്ടും പിന്നെ മറന്നതുകൊണ്ടും എല്ലാം കുറച്ച് സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അന്നേരം അച്ഛൻ്റെ കണ്ണിലുറ്റിരിക്കുന്ന മരുന്ന് ഇത് കാണുമ്പോൾ അച്ഛൻ പറയും വേണമെങ്കിൽ, കണ്ണിലുറ്റിക്കുന്ന മരുന്നായി കഴിഞ്ഞാലും അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന ചെരുപ്പ്, അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന ചെരുപ്പ്, അമ്മേൻ്റെ 2 നൈറ്റി, ഇതെല്ലാം വീട്ടിൽ ഉണ്ടായത്. അന്നേരം അവർ പോയതിൻ്റെ അന്ന് തന്നെ പോയതിൻ്റെ അന്നല്ല പിറ്റേ ദിവസം, കാരണം ഞാനത് പറഞ്ഞിനോ അറിയില്ല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിനോ എന്നറിയില്ല. അവർ ഓൾറെഡി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അവരെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട്, ഇമിഗ്രേഷൻ ഓൾറെഡി കഴിഞ്ഞോട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് അവർ പിറ്റത്തെ ദിവസമാണ് പോയത്. അതായത് ഇറങ്ങിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിന്. 12 മണിക്കത്തെ ഫ്ലൈറ്റിന് വീട്ടിൽ നിന്ന് ഒരു 9:30 ആകുമ്പോൾ ഇറങ്ങി. പിറ്റത്തെ ദിവസം 8:30 ആകുമ്പോഴാണ് അവർ ഇവിടുന്ന് ടേക്ക് ഓഫ് ആയത്. പക്ഷെ നമ്മളെ നാട്ടിലുണ്ടായിട്ട് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമില്ലേ, അത് വേറത്. പിന്നെ അങ്ങനെ ഓൾറെഡി അവർ ശരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ 2 ദിവസമായി. പക്ഷെ ഇവിടുന്ന് പോയിട്ട് ആകെ ഒരു ദിവസം മാത്രമേ ആയിട്ടു. അന്നേരം ഇന്നലെയാണ് അവർ വിട്ടത്. മിനിഞ്ഞാന്നേ നമ്മളെ വീട്ടിൽ നിന്ന് പോയി. അന്നേരം അതെല്ലാം കൊണ്ട് അത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കുറച്ച്. എന്നാലും കുഴപ്പമില്ല. ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിനി. അവരത് എക്സ്പ്ലോർ ചെയ്തു, നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. ഒരിക്കലും വിചാരിച്ചിട്ട് അവർക്കൊരു സ്റ്റേക്കേഷൻ, ഞാൻ പറഞ്ഞു എൻജോയ് സ്റ്റേക്കേഷൻ കിട്ടിയ പോലെ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ അത് ഞാൻ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിനി. അതിൻ്റെ അത്രമാത്രം എനിക്കധികം ഇമോഷണലി ഞാൻ അത്ര സെറ്റല്ലാത്തതുകൊണ്ട് പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ട്. അനുവാദിയും കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ അതിലൊരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, അല്ലാണ്ട് വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. ഒരു രസമായിട്ട് പിന്നെ നമുക്കത് തോന്നും, ഓക്കെ കൊള്ളാം എന്നുള്ളൊരു ഇത്. ഇപ്പം നമുക്ക് ഫീൽ ആവുന്നത് പോലെ ആയിരിക്കുമല്ലോ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് അതൊരു മെമ്മറി തന്നെയല്ലേ. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. പിന്നെന്താ വേറെ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ കണക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ, ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അധികം കൊണ്ടുപോകാൻ പറ്റിയില്ല. അന്നേരം അമ്മ പോയി കഴിഞ്ഞിട്ട് അമ്മേൻ്റെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുന്ന സമയത്ത്, നൈറ്റിയെല്ലാം വാഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പിന്നെ അതിൻ്റെ ഒരു വിരിച്ചിടുന്ന സമയത്തുള്ള സങ്കടം വേറെ അങ്ങനെയൊക്കെ. അന്നേരം ഞാൻ എല്ലാം കൂടിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം അമ്മേൻ്റെ അച്ഛൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എല്ലാം ഒരു ഇതിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്, ഒരു പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമോ, കുറച്ച് ലെവലാവുന്ന സമയത്ത് കാണുന്നതനുസരിച്ച് സങ്കടമാണ്. പിന്നെ അനുവാദിയും പറയുന്നത് അച്ഛമ്മേനെ മിസ് ചെയ്യുന്നു, അച്ഛനെ മിസ് ചെയ്യുന്നു,
അങ്ങനെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും എനിക്ക് ഈ പറഞ്ഞ കണക്കെ ഒരിത് സാർ ഓക്കെ ആയാലേ പറ്റൂ അല്ലേ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് പിന്നെ ഇന്ന് എല്ലാവർക്കും ലീവായതുകൊണ്ടാണ് രാവിലെ തന്നെ പുറത്തിറങ്ങിയത് കേട്ടോ. ആ ചേട്ടന് ഫോൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചേട്ടൻ ഫോൺ വിളിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ രാവിലെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ പറഞ്ഞു സാൻഡ്വിച്ച് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം 2 എണ്ണം വാങ്ങിച്ചാൽ മതി, കാരണം എനിക്കറിയാം അനുവാദി തിന്നൂലാന്ന്. അതുകൊണ്ട് പകുതി കഴിച്ചിട്ട് അനുവാദി എനിക്ക് തന്നിനി. അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചായ, നല്ല മസാല ടീ കണക്കത്തെ ചായ, നല്ല ഏലക്ക, ഗ്രാമ്പല്ല ഏലക്കേൻ്റെ എല്ലാം മണമുണ്ട്. നല്ല നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ അടിച്ച രാവിലെ ഞാൻ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിക്കില്ല. രാവിലെ ഞാൻ ചായയെ കുടിക്കില്ല. ചായ കുടിക്കുന്നുണ്ടെ തന്നെ അമ്മ ഇപ്പം ഇല്ലതുകൊണ്ടാണ് അമ്മ കാപ്പിയാക്കും, കട്ടൻ കാപ്പിയാക്കും, അത് കുടിക്കുവേ. നിങ്ങളാ കുറുനരിയെ കാണുന്നുണ്ടോ? കുറുനരി മോഷ്ടിക്കരുത്. 2 കുറുനരി എന്നെ നോക്കിയ അങ്ങനൊക്കെ സംഭവം. എന്നാ പിന്നെ ആയിക്കോട്ടെ, ബാക്കിയില്ല ഇതില് പറയാം. അനു ആദ്യം അവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്നറിയാം, ആ സീബ്ര ക്രോസ് ഇവർക്ക് ക്രോസ് ചെയ്യണം. എന്നോട് ചോദിക്കുന്നത് ഞാൻ ചെയ്തോട്ടെ എന്ന്. കണ്ടോ അവിടെ നിന്നെന്തല്ലോ പറയുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല കേട്ടാ, പക്ഷെ എൻ്റെ പെർമിഷൻ കിട്ടിയാലേ ചെയ്യലൂ. ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അതിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു ഇത് നല്ലത് തന്നെ. ഇത് ഒരു സമയത്ത് അമ്മേ ചേട്ടാന്ന് വെച്ച് കൊടുക്കുക. അത് ഇത് ഞാനിപ്പോൾ നോന്ന് പറഞ്ഞേ, അതുകൊണ്ട് പിന്നെ അവർ മെല്ലെ വിട്ടു. കാരണം കുറച്ച് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായി. പിന്നെ ആടെ ഇരുന്നിട്ട് എന്ത് കളിക്കുന്നതെന്ന് അറിയില്ല. ആ പോസ്റ്റിനെ മറിഞ്ഞിട്ട്, പോസ്റ്റ് അല്ലാതെ ലൈറ്റിൻ്റെ തൂണാണ് കേട്ടോ. വന്ന് കളിക്കുന്നുണ്ട്. ഇവർ കൂടിക്കഴിഞ്ഞാൽ വല്ലാതെ പേക്രാതാണ്. അതുപോലെ യുദ്ധവും ഉണ്ടാവും കേട്ടോ. എൻ്റെ അമ്മ അടി എന്ന് പറഞ്ഞാൽ പൊടിപൂരായിരിക്കും. ഇന്നെന്തോ ഹീല ചെരുപ്പ് ഇട്ടുകൊണ്ട് നല്ല ത്രില്ലുണ്ടായി ഇറങ്ങാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഉഷാറേ ഉണ്ടാവില്ല, പുറത്തേക്ക് ഇറങ്ങാൻ വലിയ മടിയാണ്. ഇപ്പൊ ഈ ചെരുപ്പിന്റെ ത്രില്ലാണ്, 2-3 ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ. എന്നിട്ട് അതുകൊണ്ട് ഇന്ന് നല്ല ഉഷാറിലാണ് ഇറങ്ങിയിട്ടുണ്ടായി. കണ്ടോ എല്ലാം വണ്ടീനെല്ലാം വീക്ഷിക്കുന്നുണ്ട്, വായി നോക്കുന്നുണ്ട്. ഒന്നാണ് ഇവരിങ്ങനെ നോക്കുന്ന അറിയില്ല, എന്തോ പറഞ്ഞിട്ട് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ബാഗിലൊന്നും ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ ഒരു ഷോക്ക് എടുത്തരേക്കാന്ന്. ഇങ്ങനത്തെ കാര്യമാണ് അനുവിൻ്റെ അതിൻ്റെയും കാര്യം കേട്ടാ. അപ്പൊ നമ്മളെ പുല്ല് മൊത്തം കണ്ടാലോ നമുക്ക്. കളിക്കില്ല, അത് അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ കളിക്കില്ല. കുറച്ച് നേരത്തെ മുമ്പിൽ തന്നെ ഇവിടെ ഇങ്ങനെ വെള്ളം വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹലോ ഫ്രണ്ട്സ്, കണ്ടോ? എനിക്ക് എന്നെ കാണുന്നില്ല, കാരണം നമ്മളിപ്പോൾ വെയിലിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നല്ല ചൂടാണ്. തണുപ്പ് സീസൺ തുടങ്ങി, ബട്ട് നല്ല ചൂടാണ്. അനു അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ നടക്കുന്നല്ല, സ്കൂട്ടർ എടുത്തിട്ട് ബാക്കിയാണ്. Where is Adilakshmi? Where is Sachin TV? Sleeping. Adi. Hindi siya wandi odichodu.